എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് സൂര്യനെ പോലെ പ്രകാശിക്കണമെങ്കിൽ ആദ്യം സൂര്യനെ പോലെ കത്തുക. APJ അബ്ദുൽ കലാം സാറിൻ്റെ വാക്കുകളാണിവ. നമുക്കെവിടെയെങ്കിലും എത്തിച്ചേരണം, അല്ലെങ്കിൽ എന്തെങ്കിലും ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പ്രവർത്തിക്കണം. അല്ലാതെ മാറിയിരുന്നിട്ട് അയ്യോ എനിക്ക് ഇന്നതാകണമെന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. അതിനനുസരിച്ച് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ. എല്ലാവർക്കും നല്ലൊരു പ്രഭാതം ആശംസിക്കുന്നു. ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നല്ല ഒന്നതരം ഒരു കൊഞ്ച് വറുത്താട്ടോ. മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു കൊഞ്ച് വറുത്തതിൻ്റെ റെസിപ്പി തന്നെയാണ്. കൊഞ്ചിൻ്റെ ഒരുപാട് വിഭവങ്ങൾ എൻ്റെ ചാനലിനകത്തുണ്ട്, ക്ലീൻ ചെയ്യുന്നതും അതുപോലെ തന്നെ പല രീതിയിൽ ഞാനത് തയ്യാറാക്കിയിട്ടുള്ള വീഡിയോസൊക്കെ ഉണ്ട്. എല്ലാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള വിഭവങ്ങൾ തന്നെയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് കൊഞ്ച് വറുത്തതാണ്. ഞാൻ എപ്പോഴും കൊഞ്ച് ക്ലീൻ ചെയ്യുമ്പോൾ ആ തലയുടെ, അതായത് ആ കണ്ണിൻ്റെ കുറച്ച് ഭാഗം മാത്രം വെട്ടിക്കളഞ്ഞ് ബാക്കി തല ഉൾപ്പെടെയാണ് ഞാൻ എടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ഷെല്ലൊക്കെ കളഞ്ഞ് ഉപ്പിട്ട് കഴുകി നന്നായിട്ട് 3-4 വട്ടം കഴുകിയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ആ തലയോടെ തന്നെ എടുക്കുമ്പോഴാണ് കൊഞ്ച് ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്കൊന്നുകൂടെ കിട്ടുന്നത് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിച്ച് എടുക്കുക. കൊഞ്ചങ്ങനെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. 1 കിലോ കൊഞ്ചാണ്. കഴുകി വൃത്തിയാക്കിയ ശേഷമാണ് ഞാൻ ഈ അളവ് പറയുന്നത്. 1 കിലോ കൊഞ്ചാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനിയും ഈ ഒരു കൊഞ്ചിലേക്ക് ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നമുക്ക് ഇനിയും ചേർത്ത് കൊടുക്കേണ്ടത് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടിയുടെയും മുളക് പൊടിയുടെയൊക്കെ അളവ് നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ചേർക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും ചേർത്ത് കൊടുക്കാം. ഞാൻ പക്ഷേ ഇപ്പം 1 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടി തന്നെ, എരിവുള്ള മുളക് പൊടി തന്നെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് 2 കാര്യങ്ങളും കൂടെ ചേർത്ത് കൊടുത്ത് വേണം മിക്സ് ചെയ്യാൻ. 1 ടീസ്പൂൺ സോയാ സോസാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതിനോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കോൺഫ്ലവറിന് പകരം നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് ഒരു 10 മിനിറ്റ് നേരം മാത്രം കൊഞ്ച് വെച്ചിരുന്നാൽ മതി. ഇപ്പം ഞാൻ മസാലയിലെല്ലാം യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മസാല കൂട്ട് തയ്യാറാക്കണം. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കറിവേപ്പിലയാണ്. ആദ്യം ഞാൻ കഴിഞ്ഞ ദിവസം ഈ കറിവേപ്പില സ്റ്റോർ ചെയ്ത് വെക്കുന്ന വീഡിയോ എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം ഒന്ന് കാണിക്കുന്നത്. കണ്ടോ, ഞാനൊരു ഏകദേശം ഒരാഴ്ചയായി കാണും കറിവേപ്പില ഫ്രിഡ്ജിൽ വെച്ചിട്ട്, ഇങ്ങനെ അടച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു കേടുപോലും വന്നിട്ടില്ല എന്നുള്ളതായിട്ട് അത് കാണിക്കാൻ വേണ്ടി മാത്രം ഞാനൊന്ന് എടുത്തതാണ് ഈ ഒരു വീഡിയോ. കണ്ടോ, ആ ഇലയൊക്കെ അതുപോലെ നമ്മൾ വെച്ചിരുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ ഇരിപ്പുണ്ട്. ഞാനത് നേരെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് എടുത്തത്. ഒട്ടും കേടായിട്ടേ ഇല്ല കേട്ടോ. ഒരു വാട്ടം പോലും ആ ഒരു ഇലയ്ക്കൊന്നും പറ്റിയിട്ടില്ല. അങ്ങനെ കറിവേപ്പിലയൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു കഴിഞ്ഞാൽ നല്ലതാണ്. ഞാൻ ആ വീഡിയോ ഒന്ന് കാണിക്കാൻ വേണ്ടി, അന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ ഒരു റിസൾട്ട് എന്താണെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ആവശ്യത്തിന് എടുത്ത് ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും അതുപോലെ തന്നെ തിരിച്ച് അടച്ച് അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ വെക്കുക. ഒട്ടും കേടാകാതെ അവിടെ ഇരുന്നോളുമേ. ഇനിയും മിക്സിയുടെ ജാറിലേക്ക് ഒരു 5 പച്ചമുളക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് മാത്രം എടുക്കുക. 2 തണ്ട് കറിവേപ്പില, ഇത്രയും മല്ലിയില ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മല്ലിയില നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, നമ്മുടെ ഫ്ലേവറിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, അതിനോടൊപ്പം തന്നെ 3-4 വെളുത്തുള്ളി അരിഞ്ഞതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനിയും ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് 1 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ പെരുംജീരകം കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അരച്ചെടുക്കണ്ട, ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. ഇനിയും അടുപ്പത്തേക്ക് ഞാനൊരു പാൻ വെച്ചു. അതിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൊഞ്ചുണ്ടല്ലോ, ആ കൊഞ്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് വേണം ഈ ഒരു കൊഞ്ച് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇല്ലെങ്കിൽ കൊഞ്ചിൽ നിന്ന് ഉള്ള വെള്ളമെല്ലാം ഇറങ്ങി കുറേ സമയം നമുക്ക് എടുക്കും ഇതൊന്ന് ഡ്രൈ ആയി വരാൻ. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഹൈ ഫ്ലെയിമിൽ വെക്കുന്നത് തന്നെയാണ് നല്ലത്. ഇപ്പം കണ്ടോ, ഞാൻ ഒരു സൈഡ് തന്നെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയിടും കേട്ടോ കൊഞ്ച്. ഒട്ടും നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഹൈ ഫ്ലെയിമിലാകുമ്പോൾ ഒരു 5-6 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് വെന്ത് കിട്ടും. അത് കൊഞ്ചിൻ്റെ വലിപ്പം നോക്കി അനുസരിച്ച് വേവിച്ചെടുക്കാവുന്നതാണ്.
ഇപ്പോൾ ആ ഒരു സൈഡ് എല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിലേക്ക് മാറണം കേട്ടോ. അങ്ങനെ ഞാൻ എല്ലാം തിരിച്ചിട്ട് കൊടുത്തു. 2 സൈഡും അങ്ങനെയൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ഓയിലൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ലേ. അങ്ങനെ 2 സൈഡും നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു കളറിലേക്ക് വരണം കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറായി കിട്ടും. ഇനി ഇത് നമുക്ക് അടുപ്പിൽ നിന്ന് പാനിൽ നിന്ന് മാറ്റാവുന്നതാണ്. ഇനി ഈ ഒരു സെയിം പാനിലേക്ക് തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു മസാലക്കൂട്ടുണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. കാരണം ആ ഒരു വെളുത്തുള്ളിയുടെയും ഇഞ്ചി, കറിവേപ്പില ഇതിൻ്റെയൊക്കെ ആ ഒരു പച്ചമണം ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയാണ് ഒന്ന് വഴറ്റിയെടുക്കുന്നത്. ഇപ്പം കാണുമ്പോൾ തന്നെ അറിയാലോ അതിൻ്റെ കളറെല്ലാം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കൊഞ്ചും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനിയും ഉപ്പ് ആവശ്യമുണ്ടോ നോക്കിയിട്ട് മാത്രമേ ചേർത്ത് കൊടുക്കാവേ. ഇല്ലെങ്കിൽ ആ മസാലക്കൂടിനകത്തൊരു ശകലം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നല്ലതായിട്ട് യോജിപ്പിച്ചെടുത്ത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഇതിനെ റോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കൊഞ്ച് വറുത്തത് തന്നെ കേട്ടോ. ഇതിലേക്ക് ഞാൻ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തു. അതിനോടൊപ്പം തന്നെ 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച ശേഷം തീ ഓഫ് ചെയ്യാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൊഞ്ചിൻ്റെ റെസിപ്പി തന്നെ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ഈ ഒരു ഒറ്റ കൊഞ്ച് വറുത്തുണ്ടെങ്കിൽ നന്നായിട്ട് ചോറ് കഴിക്കാൻ പറ്റും കേട്ടോ. ചോറാണെങ്കിലും ചപ്പാത്തിക്കും ഒക്കെ പറ്റിയ അടിപൊളി ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കി ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.